നമസ്കാരം. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായാലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യ പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്നും ഉറപ്പായി. അതാണ് 2026 ആഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേരളമൊഴികെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളും പാർട്ടിയുടെ അഖിലേന്ത്യാ ആസ്ഥാനത്തും വന്ദേ മാതരം പൂർണ്ണമായി 6 സ്റ്റാൻസുകളും 6 ഖണ്ഡങ്ങളും നല്ല വ്യക്തമായി പാടി. കർണാടകയിൽ മുഖ്യമന്ത്രി VP ശിവകുമാർക്ക് വളരെ ആവശ്യത്തിൽ തന്നെയാണ് പാടിയത്. എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ചാണക്യ നീക്കം സതീശനെ പോലെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം കേരളത്തിൽ CPM തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചയിൽ നിന്ന് CPMന്റെ വോട്ടുകൾ നല്ലൊരു ശതമാനം BJPയിലേക്ക് പോകുന്നുണ്ട്. BJPക്ക് നടാടെ നിയമസഭയിൽ 3 അംഗങ്ങൾ നിലവിലുണ്ട്. ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ മുഴുവൻ കേരളത്തിൽ BJPക്ക് കുതിച്ചു വളരാനുള്ള അനുകൂല ഘടകങ്ങളാണ്. അതിൻ്റെ ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ BJPക്ക് ഒരു നല്ല നേതൃത്വമോ നല്ല നേതാക്കളോ യുവാക്കളെയും അതല്ലെങ്കിൽ മറ്റുള്ളവരെയും ഒക്കെ പ്രഭാഷണം കൊണ്ടോ അതല്ലെങ്കിൽ ആശയവ്യക്തത കൊണ്ടോ അതല്ലെങ്കിൽ പുത്തൻ സങ്കല്പങ്ങൾ പങ്കുവെച്ചോ ഒക്കെ ആകർഷിക്കാനുള്ള യോഗ്യരായ നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. മറ്റുള്ള നേതാക്കന്മാരെ പോലെ, മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെ പോലെ ഈ പറഞ്ഞതുപോലെ മറുപടിക്ക് കുറുവടി എന്ന രീതിയിൽ ഉത്തരം പറയാൻ ശേഷിയുള്ള അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണുള്ളത്. ഒരു പുതിയ ആശയം, ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം, അതൊന്നും പോലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്നും BJPയിലില്ല. പക്ഷേ എന്നിട്ടും അവരുടെ ഈ അംഗസംഖ്യ വർദ്ധിക്കുന്നു. പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ഭരിക്കുന്നു. അപ്പോൾ അവർ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടുന്നു. അവർക്ക് നല്ല അംഗസംഖ്യയുള്ള കോഴിക്കോട് നഗരസഭയിൽ ഒരു നാടകം തന്നെയാണ്. അതൊക്കെ ഇനി എങ്ങനെ കലാശിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം അവിടെ BJP കൗൺസിലർമാർ വന്ദേ മാതരം ചെല്ലുമ്പോൾ അപ്പുറത്ത് മേയറും കൂട്ടരും ജനഗണമന പാടുന്നു. അത് വന്ദേ മാതരം ആണ് ആദ്യം പാടേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇനി അവരുടെ പാട്ട് വന്ദേ മാതരത്തെ ഇൻസൾട്ട് ചെയ്തതാണോ, അതായത് അതിനെ മോശമാക്കിയതാണോ? വളരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുക ഇപ്പോഴത്തെ 2026 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ഭേദഗതി നിയമം അത് ബാധകമാണ്. അത് ബാധകമായി കഴിഞ്ഞാൽ 3 വർഷം തടവും പിഴയും അല്ലെങ്കിൽ 2 കൂടെയൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ഇനി വരും ദിവസങ്ങളിൽ കാണാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇതേ സംഗതി തന്നെ സോണിയാഗാന്ധിക്കും അതേപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ബാധകമാണ്. അവർ പ്രത്യക്ഷമായിട്ട് ഈ നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കാര്യം അത് ശല്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതിന് തീർച്ചയായിട്ടും മിക്കവാറും കേസുകളൊക്കെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കുക, BJPയുടെ പ്രവർത്തനം, BJPയുടെ സാന്നിധ്യം, BJPയുടെ ഒരു പ്രചാരം വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഭാരത് മാതാ വിവാദം, അത് അന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന P. പ്രസാദിൻ്റെ ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ നിന്നാണ് രാജ്ഭവനിൽ നിന്ന് ആരംഭിക്കുന്നത്. അതുവരെ കേരളത്തിൽ ഈ പലർക്കും തന്നെ RSSലും BJPയിലും ഉള്ളവർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും ഈ ഗണഗീതം എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നോ ഭാരത് മാതാ സങ്കല്പം എങ്ങനെയാണെന്നോ എങ്ങനെയാണ് RSS ക്യാമ്പ് തുടങ്ങുന്നതെന്നോ അറിയില്ലായിരുന്നു. പക്ഷെ ആ വിവാദത്തിന് ശേഷം ഭാരത് മാതാ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ആചരിക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലൊരു ചടങ്ങിൽ ഭാരത് മാതായുടെ പടം വെച്ചതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും പിന്നീട് പാലക്കാടും കൊല്ലത്തുമൊക്കെ കഴിഞ്ഞ ഓണത്തിന് പോലും ഭാരതാംബയെ
ഭാരതാംബയുടെ പൂക്കളമിട്ട് ആദരിക്കുന്ന രീതിയുമൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഇതേപോലുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ അതിഗംഭീരമായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരം വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലത്തേക്ക് വരാം. ഏറ്റവും ഒടുവിലത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചൊരു ക്വിസിൽ VD സവർക്കറുടെ എത്ര ബുദ്ധിപരമായിട്ടാണ് അവർ ആ ചോദ്യം അതിനകത്ത് ഉൾപ്പെടുത്തിയതെന്ന് നോക്കുക. അത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ ഇവിടുത്തെ പിന്നെ BJP ഇതര അതല്ലെങ്കിൽ പിന്നെ CPM-ലെയും കോൺഗ്രസിലെയും അല്ലെങ്കിൽ UDF-ലെയും ഒക്കെ കക്ഷികൾ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. VD സവർക്കർ ഏറ്റവും കൂടുതൽ കാലം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി ആര്? അവസാനം VD സവർക്കറെ ഈ VD സവർക്കർ എന്നുള്ള പേര് പോലും മലയാളിക്ക് പരിചയമില്ലായിരുന്നു. മലയാളി എന്ന് പറഞ്ഞാൽ ഈ BJP RSS ഇതിലുള്ളവരൊഴികെ മറ്റുള്ളവരധികം പ്രചാരത്തിലുള്ള പേരല്ലായിരുന്നു സവർക്കറിൻ്റേത്. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും ഒക്കെ VD സവർക്കറെ കുറിച്ച് എല്ലാ വേദികളിലും പ്രസംഗിക്കുകയും ഹിന്ദുത്വ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് BJP-കാരിലൂടെ അല്ല കേരളത്തിൽ VD സവർക്കർ പ്രചാരത്തിൽ എത്തിയത്. മറിച്ച് ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും അതേപോലെ തന്നെ CPM പ്രവർത്തകരിലൂടെയും CPM നേതാക്കളിലൂടെയും അപൂർവം ചില കോൺഗ്രസ് നേതാക്കളിലൂടെയൊക്കെയാണ് ഇത് കേരളത്തിൽ പ്രചാരമായത്. ആ VD സവർക്കർ ഈ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനൊരു ചോദ്യം ഇടുന്നു. ഇത് മഹാസംഭവമാവുന്നു. ബാക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ സംഭവിച്ചത് കുമ്പള സ്കൂളിൽ, കാസർഗോഡ് കുമ്പള സ്കൂളിൽ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയാൻ ഷംസുദ്ദീൻ എത്തിയപ്പോൾ അവിടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വരിയുടെ നേതൃത്വത്തിൽ ഈ VD സവർക്കറെ കുറിച്ചുള്ള ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ, സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ BJP നേതൃത്വം വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. തുടർന്ന് BJP നേരിടാനായിട്ട് BJP പ്രതിഷേധക്കാരെ നേരിടാനായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും അവിടെ നേരിട്ട് വന്നു. അവിടെ അവരും ഈ പറഞ്ഞ ഈ മന്ത്രിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് BJP എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അവിടെ നമ്മൾ നോക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ BJP-യുടെ മറുഭാഗത്ത്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേരിട്ടുള്ള ഒരു മുഖാമുഖമുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു വഴിയിലേക്ക് ഈ സംഗതി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു സംഗതി ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇനി ആ വിഷയം കോടതിയിൽ വരാനുണ്ട്. കോടതിയിൽ സർക്കാരിൻ്റെ പിന്നെ വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിനകത്ത് ഇനി കോടതി എന്ത് നിർണ്ണയിക്കും എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കാണേണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വന്ദേമാതരം വന്നിരിക്കുന്നത്. വന്ദേമാതരം കേരളം ഒഴികെ മറ്റെല്ലാ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലും അത് പാടിക്കഴിഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ടും BJP-യും CPM-ഉം ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ആരോപണം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് LDF-ഉം അല്ലെങ്കിൽ CPM-ൻ്റെ നേതൃത്വത്തിൽ LDF-ഉം അതേപോലെ BJP-യും ഒക്കെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ വന്ദേമാതരം പാടാതിരുന്നത് മുസ്ലിം ലീഗിന് അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങിയിട്ടാണ് എന്നുള്ള പ്രചാരം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളും ഈ ഒരു ചിന്തയിലേക്ക് പോവുകയും അത് BJP-ക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇത് വന്ദേമാതരം എന്ന് പറയുന്നത് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ അതിഗംഭീരമായിട്ട് ഇത് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM കേരളത്തിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. CPM കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അറിയാം, CPM-ൻ്റെ ഈ കോട്ടകൾ അല്ലെങ്കിൽ അടിത്തറകൾ മുഴുവൻ ഇളകിക്കഴിഞ്ഞു. ആലപ്പുഴയാണെങ്കിലും കണ്ണൂരാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഇളകിയ സാഹചര്യത്തിൽ CPM ദുർബലമായിക്കൊണ്ടിരിക്കുകയും CPM ബംഗാളിലെ പോലെ ആകുമെന്നാണ് പഴയ CPM-കാരൊക്കെ പറയുന്നത് പോലും. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു മുന്നണി സംവിധാനം കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിന് പോലും അത് സംഭവിച്ചേക്കാമെന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ ഇന്ന് നിലവിൽ കാണുന്ന രീതിയിലുള്ള CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു മുന്നണി, അതിൽ CPM അംഗമാകുന്ന ഒരവസ്ഥ. അങ്ങനെ കോൺഗ്രസും CPM ചേർന്നുള്ളൊരു മുന്നണിയും, അതിന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സംജ്ഞയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയാം. അതേപോലെ മറുഭാഗത്ത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും ഈ ഒരു ധ്രുവീകരണത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്നതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. CPM-നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യദിന വേളയിൽ VT ബൽറാം MLA
ലുങ്കി എടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേശീയ പതാക ഉയർത്തിയത്. ഇതും ഒരു സൂചനയാണ്. കാര്യം നമുക്കിനി ഒന്നിച്ചു നിൽക്കാം എന്നുള്ള സൂചനയാണ്. ഇത് CPM നിലവിലുള്ള അവസ്ഥ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലൊരു ധ്രുവീകരണം, അതായത് BJP നേതൃത്വത്തിലുള്ള മുന്നണിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും അതിൽ CPM ഭാഗമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വന്ന സൂചനകൾ.